കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ MEC 102. അപ്പോൾ ഇന്ന് നമ്മുടെ ജൂൺ 2025 TEE എക്സാംസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. MEC 102 മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് അനാലിസിസ്. അപ്പൊ ഈ ഒരു പേപ്പറിൽ നിന്നും നമുക്ക് വരുന്ന, അതായത് നമുക്ക് എക്സാംസിന് വരുന്ന പ്രീവിയസ് ഇയേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിന്റെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ബ്ലോക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് ക്വസ്റ്റ്യൻസിന് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജസ് കൊടുക്കണം, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കുറഞ്ഞത് ഏതാണ്, എവിടെ നമ്മൾ ടൈം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ റിവിഷൻ ടൈമാണ് ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു റിവിഷൻ ടൈമിൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റിന് ഒരു സ്ട്രക്ചർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കേണ്ട ഏരിയാസ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് മാത്രം കൊടുത്താൽ മതി എന്ന് തോന്നുന്ന ഏരിയാസ് ഏതാണ് എന്നെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് കഴിയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈംസിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ സിലബസ് മാപ്പിംഗ് ആയിരിക്കും നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഓരോ ബ്ലോക്സിന്റെയും യൂണിറ്റിന്റെയും ഉള്ളിൽ നിന്നുണ്ട്, അതായത് എത്രമാത്രം ടോപ്പിക്സ് എന്താണ്, അതിന്റെ ഹൈലൈറ്റിങ്, അതിന്റെ സ്റ്റോറിക്കലി ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്, എക്സാംസിന്റെ ഏരിയയിൽ എത്രമാത്രം ഫ്രീക്വന്റ്ലി അത് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് എക്സാം പാറ്റേണുകൾ, നമ്മുടെ എക്സാമിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ നമ്മൾ മാർക്കിംഗ് എങ്ങനെയാണ് അതിൽ വരുന്നത്, നമ്മൾ എത്രമാത്രം ടൈം ഓരോ ക്വസ്റ്റ്യൻസിനും വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം, എത്രമാത്രം നമ്മൾ എഴുതണം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഓരോന്നിന്റെയും വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കൺസെപ്റ്റുകൾ എത്രമാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കോർ ഏരിയാസുകൾ ഏതൊക്കെയാണ്, കോർ കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അതുപോലെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് നിങ്ങൾ ശരിക്കും ഒരു എക്സാം എഴുതുന്ന ലാഘവത്തോടു കൂടെ തന്നെ ടൈംസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വായിച്ച് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിന്റെ ആൻസേഴ്സ് നമ്മൾ നമ്മുടെ ലേൺവൈസ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ ആൻസറും അതുപോലെ ആപ്പിനകത്ത് വന്നിട്ടുള്ള ആൻസറും ക്രോസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് സ്വയം ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ സിലബസ് മാപ്പിംഗ്, നമ്മുടെ ബ്ലോക്സ്, യൂണിറ്റ്, ടോപ്പിക്. അപ്പൊ എക്സാം അല്ലെങ്കിൽ നിന്നുകൊണ്ട് നമ്മൾ അതിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ മുൻ വർഷത്തെ അല്ലെങ്കിൽ മുമ്പായിട്ട് വന്നിട്ടുള്ള എക്സാംസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ബ്ലോക്ക് 1ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് ആയിട്ട് ബ്ലോക്ക് 5, അതുപോലെ ബ്ലോക്ക് 2, ബ്ലോക്ക് 7, 4 എല്ലാം ഏകദേശം ഒരേ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ബ്ലോക്ക് 1ലാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ ബ്ലോക്ക് 2, 5 and 7, അതുപോലെ ബ്ലോക്ക് 3, 4, 6 അതൊക്കെ ലെസ് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ വരുമ്പോൾ നമ്മുടെ ഈ ഓരോ ബ്ലോക്കും, അതായത് ഇവിടെ ഈ ഡാർക്ക് റെഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് വളരെയധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമ്മൾ ഏത് യൂണിറ്റിൽ നിന്നാണെന്നുള്ളതും കൂടെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ആ യൂണിറ്റുകളുടെ അതും കൂടിയാണ് നമ്മൾ ഇവിടെ ഡാർക്ക് ഷെയ്ഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്.
ഈ യെല്ലോ വൈറ്റ് ഒക്കെ കാണിക്കുന്നത് വളരെ ഒരു അത്രമാത്രം ക്വസ്റ്റ്യൻസ് ആ ഒരു യൂണിറ്റിൽ നിന്നോ ആ ഒരു ഏരിയാസിൽ നിന്നോ വന്നിട്ടില്ല, ആ ഒരു ബ്ലോക്കിൽ ആ ഒരു യൂണിറ്റിൽ നിന്നോ അത് ചോദിച്ചിട്ടില്ല. അപ്പൊ മറ്റുള്ളതിനെ അപേക്ഷിച്ച് അത്രക്കൊന്നും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റുകളിൽ നോക്കുമ്പോൾ ഫസ്റ്റ് യൂണിറ്റും അതുപോലെ സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ്, അതിൽ ആ ഒരു 3 യൂണിറ്റിൽ നിന്നും വളരെയധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയാസ് നിങ്ങൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം, നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. അതുപോലെ ബ്ലോക്ക് 2 നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 4 സെക്കൻഡ് യൂണിറ്റും അതുപോലെ ബ്ലോക്ക് 5 ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റുകളും, അതുപോലെ ബ്ലോക്ക് 6 ഫസ്റ്റ് 2 യൂണിറ്റ്സുകൾ, ബ്ലോക്ക് 7 വരുന്ന ഫസ്റ്റ് 2 യൂണിറ്റുകൾ. അപ്പൊ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഈ ഒരു നമ്പേഴ്സ് അതായത് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റില് 7 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് 2 8 നമ്പർ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് 3 7 നമ്പർ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാലോ ആ ഒരു യൂണിറ്റിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ നമ്പറുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ബ്ലോക്ക് 1 നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും 7 ക്വസ്റ്റ്യൻസോളം അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 8 ക്വസ്റ്റ്യൻസോളം യൂണിറ്റ് 2 നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട യൂണിറ്റുകൾ എന്ന് പറയുകയാണെങ്കിൽ ബ്ലോക്ക് 1 നിന്നും യൂണിറ്റ് 1 2 3 ആണ്. അതുപോലെ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ബ്ലോക്ക് 4 സെക്കൻഡ് യൂണിറ്റും, പിന്നെ ബ്ലോക്ക് 5 ഫസ്റ്റ് 2 യൂണിറ്റുകൾ, ബ്ലോക്ക് 7 ഫസ്റ്റ് യൂണിറ്റുകൾ. ബാക്കിയുള്ള യൂണിറ്റുകളും ഇമ്പോർട്ടൻസ് ആണ്, അല്ലാന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ യൂണിറ്റുകളാണ് എന്ന് മാത്രം. ഓക്കെ. ഇനി നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 അതിലുള്ള നമ്മുടെ ആ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറി, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. അത് ഏകദേശം 10 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം വളരെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിനെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഏവിയേഷൻ മോഡൽ മൾട്ടിപ്ലിയർ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിൽ 12 തവണയോളം ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ യൂണിറ്റ് 3 ISLM മോഡൽ ADS എന്ന് പറയുന്നത്. അപ്പോൾ അതും 7 ടൈംസ് ആ ഒരു ഏരിയസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. യൂണിറ്റ് 4 നാഷണൽ ഇൻകം ബാലൻസ് ഓഫ് പേയ്മെന്റ് 4 തവണയാണ് അതിൽ നിന്നും ആ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഒരു ലോ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്താൽ മതി. അതുപോലെ യൂണിറ്റ് 5 ഓപ്പൺ എക്കോണമി ISLM പോളിസി 3 വട്ടമാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 6 ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ഫിലിപ്സ് കർവ് 9 തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ യൂണിറ്റ് 7 ലൂക്കാസ് ക്രിട്ടിക്, റാഷണൽ എക്സ്പെക്ടേഷൻസ് ആ ഒരു ടോപ്പിക്കിന് ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കുക. 5 തവണയോളാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 8 ലൈഫ് സൈക്കിൾ, കൺസെപ്ഷൻ, ഫംഗ്ഷൻസ് 5 തവണയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ യൂണിറ്റ് 9 റാംസെ പാരൻസിന്റെ അതൊരു 3 തവണയോളാണ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളത്. അതുപോലെ ഓവർലാപ്പിംഗ് ജനറേഷൻസ് ഒരു 3 തവണയാണ്. അപ്പൊ ഒരു ലോ ലെവൽ ഓഫ് ഒട്ടും ഒഴിവാക്കണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, മറ്റു ടോപ്പിക്സിന് കൊടുക്കുന്ന ഹൈ പ്രയോറിറ്റീസിനെ ബേസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. അതുപോലെ യൂണിറ്റ് 11 ബിസിനസ് സൈക്കിൾ തിയറി 7 ടൈംസ് റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. RBC മോഡൽ സപ്ലൈ ഷോക്ക് 6 ടൈംസ് വന്നിട്ടുണ്ട്. സോ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് 13 റിജിഡിറ്റീസ്, എഫിഷ്യൻസി, വേസ്റ്റ് മെനോപോസിൽ 7 ടൈംസോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യാം, ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വരുന്ന യൂണിറ്റ് 14 നമ്മൾ വളരെയധികം ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് സെർച്ച് തിയറി, അൺഎംപ്ലോയ്മെന്റ്. നന്നായിട്ട് പഠിക്കുക. ആ ഒരു ടോപ്പിക് 7 തവണയോളം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ യൂണിറ്റ് 15 മണി സപ്ലൈ മൾട്ടിപ്ലയർ, യൂണിറ്റ് 16 മോണിറ്ററി പോളിസി, ട്രാൻസ്മിഷൻ. ഇത് രണ്ടും ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ആ ഒരു ടോപ്പിക്കുകൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ഓരോ യൂണിറ്റിൽ നിന്നും പറഞ്ഞിട്ടുള്ള ഇത്രയും ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, കാരണം ഇതെല്ലാം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ ഈ ഓരോ യൂണിറ്റിൽ നിന്നുകൊണ്ട് ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ആൻഡ് യൂണിറ്റ് 17 നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസുകളൊന്നും വന്നിട്ടില്ല. അതുപോലെ യൂണിറ്റ് 18 നോക്കുകയാണെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് ഫിസിക്കൽ ഡിസ്ക്രിഷണറി നോൺ ഡിസ്ക് ബോൺസ് എന്ന് പറയുന്നത്. അതുപോലെ യൂണിറ്റ് 19 ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി, ഡെപ്റ്റ് GDP റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്. അപ്പൊ നമുക്കിവിടെ നമ്മൾ അതിൽ കണ്ട പോലെ ഹൈ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് 10 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപ്പിയറൻസ് ഉള്ളതിന് നമ്മൾ ഹൈ ആയിട്ടും, അതുപോലെ 5 to 9
ഇടയിലുള്ളതിന് നമ്മൾ അപ്പിയറൻസ് കാണിക്കുന്നതിന് മീഡിയം ആയിട്ടും ലോ എന്ന് പറയുന്നത് 5 താഴെയുള്ളതായിട്ടും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അത്രയും ഹൈ ആയിട്ട് പറയുന്ന ഏരിയാസ് അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങൾ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ ഏവിയേഷൻ മോഡലും അതുപോലെ മൾട്ടിപ്ലിയറും അത് ആ ഒരു ടോപ്പിക്സുകൾ വളരെ ഹയസ്റ്റ് എന്താ പറയാ ആ ഒരു ഇക്വിലിബ്രിയം അതുപോലെ ഫിസിക്കൽ പോളിസി ആപ്ലിക്കേഷൻസ് അത് നിങ്ങളെ വളരെയധികം ഹൈ ആയിട്ട് നോക്കേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ ISLM മോഡല് ADS ബ്ലോക്ക് 1 യൂണിറ്റ് 3 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനൊരു എന്താ പറയാ അതിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ആ ഒരു അനലിറ്റിക്കൽ ഡയഗ്രാംസും അതുപോലെ അതിന്റെ കൺസെപ്റ്റൽ ക്ലാരിറ്റി ഒക്കെ. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. അതുപോലെ ബിസിനസ് സൈക്കിൾ തിയറീസ് ബ്ലോക്ക് 4 യൂണിറ്റ് ലെവലിൽ അതിൽ നിന്ന് കൺസിഡർ വന്നിട്ടുള്ളതാണ് തിയററ്റിക്കൽ ആൻഡ് എംപിറിക്കൽ ആപ്ലിക്കേഷൻസ്, ലിങ്കിങ് ക്ലാസിക് ആൻഡ് മോഡേൺ മാക്രോ അനാലിസിസ് ആ ഒരു ടോപ്പിക്സുകൾ. അപ്പൊ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മുടെ എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് എന്താ പറയുക ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി ആണ് കാണാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് ലോങ് എസ്സേ ഉണ്ടായിരിക്കും, ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. നമുക്ക് സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ടായിരിക്കും. നമ്മുടെ മാർക്കിന്റെ റേഞ്ച് എന്ന് പറഞ്ഞത് 18 to 20 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഏകദേശം നമ്മളൊരു 500 to 600 വേർഡ്സ് ആണ് നമ്മൾ അതിനെ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഷോർട്ട് എസ്സേ എന്ന് പറയുന്നത് സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളായിരിക്കും. നിങ്ങൾ സെക്ഷൻ എയും ബിയും സിയും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സെക്ഷൻ മാത്രമല്ല കേട്ടോ, 3 സെക്ഷൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. സെക്ഷൻ ബിയിലോട്ട് വരുമ്പോൾ മാർക്കിന്റെ റേഞ്ച് എന്നുള്ള ഒന്നുകിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു 300 അല്ലെങ്കിൽ 250 വേർഡ്സിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതിയാൽ മതി. പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ അത് വളരെ ബ്രീഫ് ആയിട്ട് ഒരു ഡെഫിനിഷൻസ് കണക്കാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ളതായിരിക്കും. ഒരു 100-150 വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാനുള്ളതായിരിക്കും. ഷോർട്ട് നോട്ടുകളായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. ഒന്നെങ്കിൽ 4 തന്നിട്ട് അതിൽ 3 എഴുതാം, അല്ലെങ്കിൽ 5 തന്നിട്ട് അതിൽ 4 എഴുതാം. അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും. അതിന്റെ ഒരു മാർക്കിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 5 മാർക്കായിരിക്കും അല്ലെങ്കിൽ 6 മാർക്കായിരിക്കും ഒരു ഇതിനായിട്ട് വരുന്നുണ്ടായിരിക്കും. പിന്നെ വരുന്ന ഒന്നാണ് ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂമറിക്കലി ടാബിള് ഗ്രാഫ് കാൽക്കുലേഷൻ അങ്ങനെയായിട്ട് വരുന്നത്. ഓക്കെ, അതൊരു എസ്സേയുടെ പാർട്ടായിട്ട് വരാം, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേയുടെ ഒരു എന്താ പറയാ ഷോർട്ട് എസ്സേ തന്നിട്ട് അതിൽ ഫസ്റ്റ് ഒരു എന്താ പറയാ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിൽ ABC എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ക്വസ്റ്റ്യൻസ് കാണില്ല, അങ്ങനെയും വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു ഏകദേശം 8 മാർക്ക് മുതൽ 12 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസുകളായിട്ടാണ് വന്നിട്ടുള്ളത്. ഏകദേശം നിങ്ങളൊരു 200 and 300 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ആൻസേഴ്സ് എഴുതണം എന്നുള്ളതാണ്. ഇനി ഇതല്ലാതെ നമുക്ക് വരുന്ന ടൈപ്പുകളാണ് MCQ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്, കേസ് സ്റ്റഡീസ്. പക്ഷേ നമുക്ക് ഇത്രയും കാലത്തിനിടയിൽ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറില്ല. നമുക്ക് എല്ലാം ഈ ഒരു സെക്ഷൻ എയില് 20 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻസ്, സെക്ഷൻ ബിയിൽ 10 മാർക്കിന്റെ അല്ലെങ്കിൽ 12 മാർക്കിന്റെ ഷോർട്ട് എസ്സേസ്, പിന്നെ സെക്ഷൻ സിയില് വരുമ്പോൾ ഷോർട്ട് നോട്ടുകൾ, അങ്ങനെയാണ് നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണുകൾ എന്ന് പറഞ്ഞത്. വളരെ റെയർ ആയിട്ടാണ് MCQ വരാറുള്ളത്, പക്ഷെ നമുക്ക് ഇതുവരെ വന്ന് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള നോക്കുമ്പോൾ നമുക്ക് ലോങ് എസ്സേ ഉണ്ടായിരിക്കും, അനലിറ്റിക്കലി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് ലോങ് എസ്സേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സേല് നമ്മൾ എങ്ങനെ എഴുതണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു തിയറീനെ അല്ലെങ്കിൽ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ അത് വരയ്ക്കണം. അല്ല മാത്രമല്ല അതിനെ നമുക്ക്
റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് എഴുതാം. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അതിൽ എഴുതാനായിട്ട് പറ്റും. അപ്പൊ അതിലൊരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 18 അല്ലെങ്കിൽ 19 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഒരു 500-600 വേർഡ്സിലായിരിക്കും നിങ്ങൾ അത് എഴുതേണ്ടത്. അപ്പൊ ആദ്യം എപ്പോഴും അതൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ അതിന്റെ ഒരു ബോഡി നിങ്ങൾ എഴുതുക, പിന്നെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഷോർട്ട് എസ്സേയിലോട്ട് വരുമ്പോൾ അത് നമുക്ക് 10 മാർക്കിന്റെ അല്ലെങ്കിൽ 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെ എപ്പോഴും നമ്മൾ ആ ഒരു തിയറീനെ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിന്റെ ക്ലാരിറ്റി നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ഒരു ഇതാണ്. ചിലപ്പോൾ ഒരു കമ്പയർ ചെയ്ത് എഴുതാനുള്ള തിയറീസുകളായിരിക്കും. അപ്പൊ പാരഗ്രാഫ് തിരിച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 250-300 വേർഡ്സുകൾ നിങ്ങൾക്കത് നിർത്താവുന്നതാണ്. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ഗ്രാഫുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും, അതല്ല എക്സാമ്പിൾസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണ് ഷോർട്ട് നോട്ട്സുകൾ. ഷോർട്ട് നോട്ടുകളാകുമ്പോൾ അതിന്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പോകണമെന്നില്ല. നമ്മൾ എസ് ഒക്കെ എഴുതുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾസ് കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സുകൾ, അസംഷൻസ്, അല്ലെങ്കിൽ അതിന്റെ ഡിമെറിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാക്സിമം നമുക്ക് ഷോർട്ട് നോട്ടുകൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അതൊരു 5 to 6 മാർക്കിനായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു 100-150 വേർഡുകളിൽ നിങ്ങൾക്ക് അത് എഴുതി അവസാനിപ്പിക്കാവുന്നതാണ്. ഡയഗ്രം ബേസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ നമ്മള് മാക്രോ എക്കണോമിക്സ് റിലേഷൻഷിപ്പ്, അതിന്റെ വിഷ്വലി ഉള്ള അല്ലെങ്കിൽ ഗ്രാഫിക്കലി ഉള്ള ന്യൂമറിക്കലി, ഇപ്പൊ ISLM ഫിലിപ്സ് കർവുകള്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 8 to 12 മാർക്സിന്റെ ഒക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അതിന്റെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാനായിട്ട്, ഇപ്പൊ നമ്മള് ഡയഗ്രാം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ മാക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ചായി നമ്മുടെ ഡയഗ്രാം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനുള്ളിലുള്ള കൺസെപ്റ്റുകൾ മാത്രമാകാതെ കറക്റ്റ് ആയിട്ട് എക്സ് ആക്സിസിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ വൈ ആക്സിസിൽ എന്താണ്, ഓരോ കർവുകളും സൂചിപ്പിക്കുന്നത് എന്താണ്, ഓരോ പോയിന്റും എങ്ങനെയാണ്, അങ്ങനെയുള്ള ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും അത് വിട്ടു പോകുന്നത് ഉള്ളിലുള്ള കൺസെപ്റ്റും ഉള്ളിലുള്ള ആ ഒരു പോയിന്റും ആ ഒരു ഗ്രാഫിനകത്തുള്ള പോയിന്റുകളും മാത്രം ഒതുക്കാതെ പകരം ബ്രീഫ് ആയിട്ട് എല്ലാ പോയിന്റ് വൈസ് ആയിട്ട് എല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മുടെ കഴിഞ്ഞ ഒരു 5 സെക്ഷൻസിൽ എക്സാംസിൽ നമ്മുടെ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇഗ്നോയിൽ 2 ടേമായിട്ടാണ് എക്സാംസ് നടക്കുന്നത്, ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും, അല്ലെ? അപ്പോൾ ഈ ഒരു ജൂണിലും കഴിഞ്ഞ ഡിസംബർ 2022 മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസ് ചെയ്തുകൊണ്ട് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ബ്ലോക്ക് 1 എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ലാസ്റ്റ് 2024 ഡിസംബറിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസോളം ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുണ്ട്. ബാക്കി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 എന്നാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ കാര്യമായിട്ട് തന്നെ ഇരുന്ന് പഠിക്കേണ്ട ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 തന്നെയാണ്. പിന്നെ ബ്ലോക്ക് 2ലാണെങ്കിലും ഈ പറയുന്ന പോലെ ഈ ലാസ്റ്റ് ഡിസംബർ 24 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 3 ആണെങ്കിൽ 8 മാർക്കിന് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4 ആണെങ്കിൽ 11 മാർക്കിനോളമാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 5 13 മാർക്കിനോളം വന്നിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് 6 12 മാർക്കോളം വന്നിട്ടുണ്ട്. ബ്ലോക്ക് 7 14 മാർക്കോളം വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടാബിളിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ഷെയർ അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള ബ്ലോക്ക് 1 ആണ്. അപ്പൊ അത് വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കുക. ബ്ലോക്ക് 2 വളരെ കുറവാണ്, എന്നാലും 9% വന്നിട്ടുണ്ട്. ബ്ലോക്ക് 3 ആണെങ്കിൽ 7% വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4 and 5 ഒക്കെ ആണെങ്കിൽ 12 to 40% ബ്ലോക്ക് 6 നിന്നും ഒക്കെ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 7 ആണെങ്കിൽ 13% വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് എന്താ ചെയ്യുക, അതിന് വെയിറ്റേജസ് കൊടുക്കുക. ഏത് ബ്ലോക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഏത് ബ്ലോക്ക് വേണം, ഏത് യൂണിറ്റ് വേണം, ഏത് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു പട്ടികയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലോങ് എസ്സേയുടെയും ഷോർട്ട് എസ്സേയുടെയും ഷോർട്ട് നോട്ട്സിന്റെയും ഡയഗ്രാമത്തിന്റെ ഒക്കെ നമ്മൾ ആ ഒരു സെക്ഷൻ വൈസ് ആയിട്ടുള്ള എക്സാംസിൽ അല്ലെങ്കിൽ ഇയർ വൈസ് ആയിട്ടുള്ള എക്സാംസിന്റെ വെയിറ്റേജസ് എത്രമാത്രം ഉണ്ടെന്നാണ് നമ്മൾ ഗ്രാഫിക്കലി ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കുവാണെങ്കിൽ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസിന് എപ്പോഴും എന്തുണ്ട്, ഒരു ഡോമിനന്റ് ഉണ്ട്. എപ്പോഴും ഏറ്റവും കൂടുതൽ എല്ലാ സെക്ഷൻസിലും ലോങ് എസ്സേ ക്വസ്റ്റ്യൻസിന് വളരെയധികം വെയിറ്റേജസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഡയഗ്രാം ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഗ്രാജുവലി എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ വെയിറ്റേജ് കൂടി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ന്യൂമറിക്കലിയുള്ള കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക,
ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഷോർട്ട് എസ്സേസും ഷോർട്ട് നോട്ട്സും ഒക്കെ എപ്പോഴും എന്താണ് ഒരു സെക്കൻഡറി ഷെയർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിവിഷൻ ടൈമിനെ നിങ്ങൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. നിങ്ങൾ പഠിക്കുന്ന സമയം എന്തായിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ എക്സാം ടൈമിൽ നമ്മുടെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മൾ എക്സാം എഴുതുമ്പോൾ ആകെ നമുക്കറിയാം 3 മണിക്കൂറാണ് നമുക്ക് ടൈം എന്ന് പറയുന്നത്, 100 മാർക്കിലോട്ടാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഈ 3 മണിക്കൂറിനുള്ളിൽ ഇത്രയും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എല്ലാം നമ്മൾ ആൻസർ ചെയ്ത് കഴിയണം. ഓക്കെ, അപ്പൊ അതിന് ഏറ്റവും ചെയ്യാനുള്ള ഒരു മാർഗം നിങ്ങൾ ട്രൈ ചെയ്യുക. വീട്ടിൽ ഒരു എക്സാം സെറ്റപ്പ്, അതായത് 3 മണിക്കൂർ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സ്വയം ഒന്ന് എക്സാം എഴുതുന്ന പോലെ ആൻസർ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മുടെ 3 ഹവറുള്ള എക്സാംസിൽ നിങ്ങൾ എപ്പോഴും ഒരു 70-75 മിനിറ്റ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ കൊടുക്കാം. ഓക്കെ, അതായത് ഓരോ എസ്സേക്കും ഒരു 20-25 മിനിറ്റ് വീതം മാത്രം. ഓക്കെ, അടുത്തായിട്ട് ഷോർട്ട് എസ്സേക്ക് നിങ്ങൾ ഒരു 40-45 മിനിറ്റ് കൊടുക്കുക. അതായത് ഓരോ എസ്സേ ക്വസ്റ്റ്യൻസിനും എന്ത് ചെയ്യുക, ഒരു 10-12 മിനിറ്റ് വീതം വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുള്ളിൽ എഴുതി തീർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ഒരു 30-35 മിനിറ്റിന്റെ ഉള്ളിൽ ഷോർട്ട് നോട്ട്സുകളും എഴുതി തീർക്കുക. അതായത് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് 8 മിനിറ്റ് ടൈം മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ, അതുപോലെ 30-35 മിനിറ്റ് ഡയഗ്രാം അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് എടുക്കുക. ഓരോ ക്വസ്റ്റ്യൻസിനും ഏകദേശം 7 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ടൈം കൊടുത്തിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 3 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടൈം മെത്തേഡ് നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും അതുപോലെ ടോപ്പിക്കിൽ നിന്നും ഒക്കെ റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് കൈനീഷ്യൻ തിയറി ഓഫ് മാക്രോ എക്കണോമിക്സ്. 7 ടൈംസ് അത് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ISLM മോഡൽ ആൻഡ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം. 6 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഡിസ്ക്രൈബ് ദ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. 6 തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പഠിക്കുക. ഡിസ്കസ് ദ എഫിഷ്യൻസി വേജ് മോഡൽ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ലേബർ മാർക്കറ്റ്. 5 തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ പോളിസി ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ടു ദ സെൻട്രൽ ബാങ്ക് ഫോർ മോണിറ്ററി പോളിസി. അതും 5 തവണയോളം ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലെയിൻ ദ ഫിലിപ്സ് കർവ് ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഈസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. 5 തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി ഇൻ മോണിറ്ററി പോളിസി യൂസിങ് എ ലോസ് ഫംഗ്ഷൻ. 4 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഔട്ട്ലൈൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ലൂക്കസ് സപ്ലൈ ഫംഗ്ഷൻ. 4 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. ഹൗ ഡസ് എ ഫിസിക്കൽ പോളിസി വർക്ക് ഇൻ എൻ ഓപ്പൺ എക്കോണമി വിത്ത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. 4 തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ എക്സ്പ്ലെയിൻ ദ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്റർ ടെമ്പറൽ കൺസംപ്ഷൻ ചോയ്സ്. അതും 4 തവണയോളം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു ക്വസ്റ്റ്യൻസ് മുഴുവൻ നിങ്ങൾ ആൻസേഴ്സ് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസിന്റെ ഇതിൽ എത്രമാത്രം റിപ്പീറ്റ്ലി ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് വൺ ക്ലാസിക്കൽ ആൻഡ് കൈനീഷ്യൻ തിയറി ഒരു 7 തവണകൾ റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. ഏകദേശം 18 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതുപോലെ ISLM മോഡൽ ഇക്വിലിബ്രിയം ഒക്കെ ഷോർട്ട് എസ്സേ ആയിട്ട് 12 മാർക്കിന്റെയാണ് വന്നിട്ടുള്ളത്. റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ആണെങ്കിൽ 12 മാർക്കിന്റെ തന്നെയാണ്. എഫിഷ്യൻസി വേജ് മോഡൽ 10 മാർക്കിന്. പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് സെൻട്രൽ ബാങ്ക് അതും 10 മാർക്കിനാണ്. അതുപോലെ ഫിലിപ്സ് കർവ് 8 മാർക്കിന്. ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി ആൻഡ് ലോസ് ഫംഗ്ഷൻ 8 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ലൂക്കസ് സപ്ലൈ ഫംഗ്ഷൻ 8 മാർക്കിന് വന്നിട്ടുണ്ട്. ഫിസിക്കൽ പോളിസി ഇൻ ഓപ്പൺ എക്കോണമി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് 4 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. 10 മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് 4 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ആ ഒരു ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് തവണയെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാം കണ്ടീഷൻ വീട്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് 3 മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ച് പേപ്പറും പെന്നും ഒക്കെ എടുത്ത് വെച്ച് ആ ഒരു 3 മണിക്കൂർ കറക്റ്റ് ആയിട്ട് എക്സാം എഴുതി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് അത് മാറിപ്പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിലുള്ള ഓരോ ഇഞ്ചും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതുപോലെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം.
ഓക്കെ. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസിനനുസരിച്ച് നിങ്ങൾ അതിന് പ്രയോറിറ്റൈസ് ചെയ്യുക. അതായത് ലോങ് ആൻസേഴ്സ് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള അതിന്റെ ഡെഫിനിഷന് ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ ഒരു ബോഡി കൊടുക്കുക, കൺക്ലൂഷൻ കൊടുക്കുക, അതിനകത്ത് അവരുടെ ഡെഫിനിഷൻ, അതിന്റെ അനലിറ്റിക്കൽ ഡിസ്കഷൻ, അതുപോലെ ഡയഗ്രാംസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. അതുപോലെ ഈ ഒരു പൈ ചാർട്ടിൽ കാണിക്കുന്നത് നമ്മുടെ എക്സാംസിന് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ പെർസെന്റേജുകളാണ്. ഓക്കെ. അപ്പൊ ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അതായത് ഏറ്റവും ഉള്ള ക്ലാസിക്കൽ കെയ്നീഷ്യൻ ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അതുപോലെ ISLM മോഡൽ, RBC, ബാക്കി എഫിഷ്യൻസി, വേജ് മോഡൽ, മോണിറ്ററി പോളിസി ടൂൾസ്, ഫിലിപ്സ് കർവ്, ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി, ഫിസിക്കൽ പോളിസി ഇൻ ഓപ്പൺ എക്കോണമി, ലൂക്കസ് സപ്ലൈ ഫംഗ്ഷന്, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. ഇത്രയും ടോപ്പിക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഓക്കെ. ഇനി നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി നോക്കിയിട്ട് നമുക്ക് എത്രമാത്രം അടുത്ത നമുക്ക് വരുന്ന എക്സാംസിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ക്ലാസിക്കൽ വീനസ് കെയ്നീഷ്യൻ തിയറി ഒരു ഹൈ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻസ് കൊടുക്കാം. കാരണം ഒരു പ്രോബബിലിറ്റി ചാൻസ് ഉണ്ട്, അത് വരാൻ സാധ്യതയുണ്ട്. 80% പ്രോബബിലിറ്റി ഉണ്ട്. അതുപോലെ ISLM മോഡൽ ആൻഡ് ഇക്വിലിബ്രിയം, റിയൽ ബിസിനസ് സൈക്കിൾ, രണ്ടും വളരെ ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒന്നാണ്. 80 to 70% നമുക്ക് സാധ്യത പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എഫിഷ്യൻസി വേജ് മോഡൽ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ ഒരു 60% പ്രോബബിലിറ്റി മാത്രമാണ് അത് വരാനായിട്ടുള്ളത്. ഓക്കെ. പിന്നെ മോണിറ്ററി പോളിസി, ഫിലിപ്സ് കർവ്, ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി, ലോക്കസ് സപ്ലൈ ഫംഗ്ഷൻസ്, ഫിസിക്കൽ പോളിസി, ഓപ്പൺ എക്കോണമി, ഇതൊക്കെ ഒരു മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി മാത്രമാണ് ഉള്ളത്. അത് ഒഴിച്ചുവിടരുത്, അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്, മണി സപ്ലൈ മെഷേഴ്സ്, പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ. മണി സപ്ലൈ മെഷേഴ്സും പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിളും വരാനുള്ള സാധ്യത 20% മാത്രമേ പ്രോബബിലിറ്റി ഉള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ റാംസെ കാസ് കൂപ്പൻസൺ മോഡൽ, അതുപോലെ സെർച്ച് തിയറി, അൺഎംപ്ലോയ്മെന്റ്, ഡെബ്റ്റ്, GDP റേഷ്യോ, ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി, ഇതിനെയൊക്കെ നമ്മളൊരു ലോ പ്രോബബിലിറ്റി അല്ലെങ്കിൽ 20% പ്രോബബിലിറ്റി മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനർത്ഥം ഇത് നമുക്ക് ഒഴിവാക്കാനുള്ളതാണ് എന്നല്ല, നിങ്ങൾ പഠിക്കുമ്പോൾ അതും എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. അടുത്തായിട്ട് ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്, അതായത് നമ്മൾ നിങ്ങൾക്ക് നേരത്തെയുള്ള ആ ഒരു ടേബിളിൽ ഇവിടെ ഫുട് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ തിയറിയിൽ നമുക്കിവിടെ ഫുട് നോട്ട് ആയിട്ട് ഒന്നെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ 4-5 തവണയായിട്ട് ഓരോ സെക്ഷൻസിൽ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല അതൊരു ലോങ് ആൻഡ് ഷോർട്ട് ഫോർമാറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ നമ്മുടെ മെയിൻ എസ്സേ, ഡയഗ്രാം ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ 4-5 വട്ടം പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അതുപോലെ സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയിൽ ഷോർട്ട് നോട്ടിലും അതുപോലെ ഷോർട്ട് എസ്സേസിലുമായിട്ട് വരുന്നതിന്റെ സെക്ഷൻ ബിയിലും വരുന്ന ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈ പ്രയോറിറ്റി ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് ക്ലാസിക്കൽ വിഎസ് കെയ്നീഷ്യൻ തിയറി, ISLM മോഡൽ, RBC തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 3 തിയറികളും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇത് ലോങ് ആൻസേഴ്സിന്റെ ഫോർമാറ്റിൽ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ നിങ്ങളുടെ മെമ്മറൈസിൽ എപ്പോഴും ഈ ഓരോ തിയറി പഠിക്കുമ്പോഴും അതിന്റെ ഗ്രാഫുകൾ ഏതാണ്, അത് ഏത് സിറ്റുവേഷൻസിൽ വരുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർമ്മയിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു എക്സാം പോലെ നിങ്ങൾക്ക് ആ ടൈം മാനേജ്മെന്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അടുത്തായിട്ട് നിങ്ങൾ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് എഫിഷ്യൻസി വേജ്, മോണിറ്ററി പോളിസി ടൂൾസ്, ഫിലിപ്സ് കർവ്, ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി, ലൂക്കസ് സപ്ലൈ, ഫിസിക്കൽ പോളിസി, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്, ഇത്രയും തിയറികൾ. അപ്പൊ ഇതിനെ എപ്പോഴും ഇതിന്റെ കീ പോയിന്റ്സുകൾ, അതിന്റെ മോഡൽസ്, കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. അതുപോലെ ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്ന അത് പഠിച്ച് ഡയഗ്രാംസ് എല്ലാം ഓർമ്മയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ റിയൽ വേൾഡുമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ കറന്റ് എക്കോണമി ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ എക്സാമ്പിൾസ് ആയിട്ട് അത് കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം.
ഓക്കെ, അതുപോലെ മണി സപ്ലൈ, പൊളിറ്റിക്കൽ ഫ്യൂച്ചർ സൈക്കിള്, റാംസെ ഫൂസ് കൂപ്പൺ സെർച്ച് തിയറി, ഡെബ് GDP റേഷ്യോ, ഇതൊക്കെ നമുക്ക് ഷോർട്ട് നോട്ടിന്റെ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഇത് എന്ത് തിയറിയാണ്, എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്, ഇതിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കുക, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫീച്ചേഴ്സ്, ഡിമെറിറ്റ്സ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഷോർട്ടായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മളിവിടെ നിങ്ങൾക്ക് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാമിന്റെ ഒരു ലാഘവത്തോടു കൂടെ അതിന് ടൈം ഒക്കെ സെറ്റ് ചെയ്ത് ആ പേപ്പറും പെന്നും എല്ലാം എടുത്ത് എക്സാം എഴുതുന്ന പോലെ ഇത് നിങ്ങൾ ഈ ഒരു ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞ ടൈം മാനേജ്മെന്റിലൂടെ നിങ്ങൾ അത് എക്സാം ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസ് ആപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം 3 മണിക്കൂറാണ് സമയം എന്ന് പറയുന്നത്. മാക്സിമം മാർക്ക് 100-ലോട്ടാണ്. നമുക്ക് സെക്ഷൻ എ, സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ എയിൽ നിങ്ങൾ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 600 വേർഡ്സിൽ ആൻസേഴ്സ് ചെയ്താൽ ഇത് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ 1 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ ദ അസംഷൻസ്, മെക്കാനിസം ആൻഡ് പോളിസി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ മോഡൽ ഇൻ റെസ്പോൺസ് ടു എ റിസഷൻ. Support your answer with appropriate diagram and look at how each framework would handle a situation of excess supply in the labor market. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ആൻസർ ചെയ്താൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗിവൻ ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഇൻ എ ക്ലോസ്ഡ് എക്കോണമി. കൺസെപ്ഷൻ തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, ടാക്സസും തന്നിട്ടുണ്ട്. ഡിറൈവ് ദ equilibrium output using a Keynesian 3-sector model and calculate the balanced budget multiplier and discuss its implication for a fiscal policy. 20 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ടൈം മാനേജ്മെന്റിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ക്വസ്റ്റ്യൻ 3, using ISLM framework, analyze the effect of an increase in government spending and simultaneous contractionary monetary policy. Illustrate with the diagram and provide a case scenario with the hypothetical values to show change in the interest rate and output. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ISLM മോഡൽ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. Discuss the main features of the real business cycle theory. Present a simple RBC model using a productive shock and explain using your own illustrate numbers how output, consumption and employment adjust in the short run. അപ്പോൾ സെക്ഷൻ ചെയ്യുന്ന 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 4 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ ഓരോ ക്വസ്റ്റ്യൻസിന് 20 മാർക്ക് വീതമാണ്. ഈ സെക്ഷൻ ബിയില് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതിൽ 300 വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, critically evaluate the efficiency wage model. Present a situation where a firm's decision to pay above market wages can be justified using a stylized example for or data. അടുത്ത ക്വസ്റ്റ്യൻ, you are given the following table of central bank policy tools and recent actions. For each action, explain its likely effect on the money supply and aggregate demand in the economy. അപ്പോൾ പോളിസി ടൂളും റീസെന്റ് ആക്ഷൻസും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആൻസർ എഴുതാം. Using a well-labeled Phillips curve diagram, explain how expectation about inflation might affect the trade-off between inflation and unemployment. Include a scenario showing the impact of adaptive expectations over 2 periods. Next question, what is the dynamic inconsistency in monetary policy? Illustrate its significance with a policy example where announced intentions differ from actual outcome due to time inconsistency. Explain the Lucas supply function, highlighting why it's a upward sloping in short run. Draw a labeled diagram and relate your answers to recent macroeconomic events. Examine the effectiveness of fiscal policy in an open economy with a flexible exchange rate using a case scenario where government spending increases while the currency appreciating, and explain the net effect on output. Discuss the life cycle hypothesis in of consumption. Construct a simple numerical example showing how an individual consumption changes across different life stages. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ 5 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തായിട്ട് ഷോർട്ട് നോട്ട്, ഏതെങ്കിലും 2 മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓരോന്നിന് 6 മാർക്ക് വീതമാണ് ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്മിഷൻ മെക്കാനിസം ഓഫ് മോണിറ്ററി പോളിസി. യൂസ് എ സിമ്പിൾ ഫ്ലോ ഡയഗ്രാം ഓർ ചാർട്ട്. Political business cycle, include an example with a hypothetical policy timing. Debt GDP ratio and physical sustainability. Use a table or calculation to illustrate risk levels. അപ്പോൾ 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 ആൻസർ ചെയ്താൽ മതി. താങ്ക് യു.